ഹായ്, ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നി പരീക്ഷ എപ്പിസോഡ് നമ്പർ 6. ഈ എപ്പിസോഡിലും വലിയ പുതുമയൊന്നുമില്ല. സാധാരണ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ്. ടാസ്ക് കൊടുക്കുന്നു, അതിൽ നിന്നും മോശപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചവരെ ഔട്ട് ഹൗസിലേക്ക് അയക്കുന്നു, അതിൽ നിന്നും 4 പേരെ പുറത്താക്കുന്നു. ഇന്നും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ചെറിയ ചില മാറ്റങ്ങൾ ഉണ്ട് എന്ന് മാത്രം. സാധാരണ മോശപ്പെട്ട, അതായത് പരാജയപ്പെട്ട ടീമിൽ നിന്നും മോശപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു എന്ന് തോന്നുന്ന കുറച്ച് ആൾക്കാരെ ആ ടീം അംഗങ്ങൾ തന്നെയാണ് സെലക്ട് ചെയ്യുക, അവരെയാണ് ഔട്ട് ഹൗസിലേക്ക് വിടുക. ഇപ്രാവശ്യം അതിൽ നിന്നും മാറ്റം വരുത്തിയിട്ടുണ്ട്. ജയിച്ച ടീമിൽ നിന്നും തോറ്റ ടീമിൽ നിന്നും മോശപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചവരെ തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ്. ആ തിരഞ്ഞെടുക്കുന്നത് അതിലെ ടീം അംഗങ്ങളല്ല, മറിച്ച് ജഡ്ജസ് ആണ് എന്ന് മാത്രം. അതെന്തായാലും നല്ലൊരു തീരുമാനമായി. അങ്ങനെ 10 പേരാണ് ഔട്ട് ഹൗസിലേക്ക് പോയിരിക്കുന്നത്. ഈ 10 പേരും മോശപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചവർ തന്നെയാണ്. ഇതിൽ ആര് പുറത്തു പോയാലും അത് ഫെയർ തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതുവരെ 12 പേരാണ് ബിഗ് ബോസ് എത്താതെ അഗ്നി പരീക്ഷയിൽ നിന്നും പുറത്തായത്. ഇന്ന് 4 പേർ കൂടി പുറത്തായി. മൊത്തം 16 പേരാണ് ബിഗ് ബോസ് എത്താതെ അഗ്നി പരീക്ഷയിൽ തന്നെ പുറത്തായിരിക്കുന്നത്. ഈ ഔട്ട് ഹൗസിൽ വന്ന 10 പേരിൽ നിന്ന് 4 പേർ ഇന്നും പുറത്തായി. ആ 4 പേർ ആരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് സോണി, തീർച്ചയായും പുറത്താവേണ്ട ആൾ തന്നെയാണ്. മറ്റൊരാള് സാബിറയും ഒന്നും ചെയ്തിട്ടില്ല, അവരും പുറത്താവേണ്ടത് തന്നെയാണ്. പിന്നെ റിജോയും കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ജെറ്റിയാണ് പിന്നെയും അല്പം ശ്രദ്ധയാകർഷിച്ച ഒരു വ്യക്തി. പക്ഷെ അവരും വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ 4 പേരാണ് പുറത്തായത്. തീർച്ചയായും ഈ പുറത്താക്കൽ മികച്ച തീരുമാനമായിരുന്നു എന്നുള്ളത് തന്നെയാണ് എന്റെ പക്ഷം. സാധാരണഗതിയിൽ എവിക്ഷൻ നടത്തുമ്പോൾ അൺഫെയർ ആവാറുണ്ട്, പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും എടുത്തു പറയുന്നു. എന്തായാലും ഇതുവരെ 16 പേർ ബിഗ് ബോസ് കാണാതെ പുറത്തായിരിക്കുന്നു. ഇനി ബാക്കിയുള്ളത് 24 പേരാണ്. ഇതിൽ നിന്നും 6 പേരാണ് ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് പ്രവേശിക്കുക. അത് ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം, കാത്തിരിക്കാം അല്ലെ. അപ്പൊ അത്രയുള്ള വീഡിയോ ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.